ഷാഹു സാർ നമസ്കാരം. ഇപ്പൊ രാമായണ മാസമാണല്ലോ. രാമായണ മാസം ആയതുകൊണ്ട് തന്നെ സകല മാധ്യമങ്ങളിലും സകല പത്രങ്ങളിലും സകല ടെലിവിഷൻ ചാനലുകളിലും എല്ലാവരും രാമായണം വ്യാഖ്യാനത്തിനായിട്ടും രാമായണത്തിന്റെ സന്ദേശം വിളിച്ചോതുന്നതിനും ഒരു കോളം മാറ്റി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പണ്ട് മുതലേ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായിട്ടുള്ള മാധ്യമ പത്രവും കർക്കിടക മാസത്തിൽ രാമായണത്തിനെ കുറിച്ചുള്ള അവരുടെ രാമായണത്തെ കുറിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനായിട്ട് ഒരു കോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കോളത്തിൽ എഴുതുന്നത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറാണ്. പുള്ളിക്കാരൻ ഒരു ദളിത് ചിന്തകൻ കൂടെയാണ്. പുള്ളിക്കാരൻ മാധ്യമത്തിൽ എഴുതുന്ന രാമായണത്തിന്റെ വ്യാഖ്യാനത്തിന് വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടുന്നു, വിമർശനങ്ങൾ നേരിടുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ രാമായണ വ്യാഖ്യാനം എന്നുള്ളതിൽ ഉപരി അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പുള്ളിക്കാരന്റെ പൊളിറ്റിക്സ് കുത്തിക്കയറ്റുക എന്നുള്ളതാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോ പുള്ളിയോട് ഈ കാര്യം ചോദിച്ചു. പുള്ളി ഈ കാര്യത്തിൽ വിശദീകരണവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ ആദ്യത്തെ വിശദീകരണം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എഴുതുന്ന ആ രാമായണത്തിൽ സൈബർ ആക്രമണം നടത്തുന്നവർക്ക് പോലും ഞാൻ പറയുന്ന ആ ശ്ലോകങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് അത് പറയുന്നത് എന്നുള്ള ഡെഫിനിഷൻ തരാനായിട്ട് സാധിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വളരെ ചെറുപ്പം മുതൽ തന്നെ സംസ്കൃതവും വേദവും ജ്യോതിഷവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുകയും കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടിയ വ്യക്തിയാണ് താനെന്നും രാമനെ ഏറ്റവും നീചമായ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണെന്ന് പുള്ളി പറയുന്നുണ്ട്. പുള്ളി ഒരു അംബേദ്കറൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. റിഡിൽസ് ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്ന പുസ്തകത്തിലാണ് അംബേദ്കർ ഈ പ്രയോഗം നടത്തിയത്. അതുപോലെ അംബേദ്കർ ഹിന്ദുത്വത്തെ വിമർശനാത്മകമായി വിലയിരുത്തി എഴുതിയ പുസ്തകമാണ് റിഡിൽസ് ഓഫ് ഹിന്ദുയിസം. വേദത്തെയും ശാസ്ത്രത്തെയും ഡയനാമൈറ്റ് വെച്ച് തകർക്കണമെന്നാണ് അംബേദ്കർ പറഞ്ഞതെന്നും ഞാൻ എന്തായാലും ഇത്രയൊന്നും, അതായത് അംബേദ്കർ പറഞ്ഞ അത്രയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നും പുള്ളിക്കാരൻ തന്റെ ഭാഗത്തെ ന്യായീകരിക്കാനുള്ള ഒരു വാദമായിട്ട് എടുത്ത് നിരത്തുന്നുണ്ട്. ആദ്യം ഈ അംബേദ്കറുടെ ഭാഗത്തിനുള്ള ഒരു മറുപടി നോക്കൂ. ഈ വിഷയത്തിലുള്ള ആദ്യത്തെ പ്രശ്നം ഇതിലെ ഔചിത്യത്തിന്റെ പ്രശ്നമാണ്. രാമായണം വിമർശനാതീതമല്ല. ഭാരതീയ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ, ഇതിഹാസ ഗ്രന്ഥങ്ങളെ, ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ എല്ലാ കാലത്തും വിമർശനാത്മകമായിട്ട് സമീപിച്ച ആളുകളുണ്ട്. ചാർവാകന്മാരെയും നാസ്തികന്മാരെയും വരെ ധർമ്മത്തിന്റെ ഭാഗമായി പരിഗണിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഷഡ്ദർശനങ്ങളിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ദർശനങ്ങൾ നാസ്തിക ദർശനങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിമർശനമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ വിമർശിക്കുന്നത് ആര്, വിമർശനത്തിന്റെ പിന്നിലെ താല്പര്യം എന്ത് എന്നുള്ളതാണ്. ഇതേ സന്ദർഭം ഞാൻ മറ്റൊരു തരത്തിൽ പറയട്ടെ. മുസ്ലിം സമൂഹം പരിശുദ്ധമായി കണക്കാക്കുന്ന റംസാൻ മാസത്തിൽ ജന്മഭൂമി പത്രത്തിൽ ആരിഫ് ഹുസൈൻ തെരുവത്തിനെ കൊണ്ട് ഖുറാനെ വിമർശിച്ചുകൊണ്ട് ലേഖന പരമ്പര എഴുതിച്ചാൽ അതെങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം കാണുക? ഇത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് പ്രസിദ്ധനായിട്ടുള്ള എക്സ് മുസ്ലിമാണ്. ഇസ്ലാമികമായിട്ടുള്ള ചര്യകളെ വിമർശന ബുദ്ധിയാ സമീപിക്കുന്ന ആളാണ്. അയാൾ മാത്രമല്ല, E.A. ജബ്ബാർ മുതൽക്ക് ഒരുപാട് പേര് ഈ പരമ്പരയിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ആ ലൈൻ മുൻനിർത്തിക്കൊണ്ട് വിമർശനാത്മകമായി സമീപിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ഇത് ബോധപൂർവം ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കാനും ഒരു വിഭാഗത്തിന്റെ പുണ്യാചരണ സമയത്ത് അവരെ വൈകാരികമായി വ്രണപ്പെടുത്താനുള്ള അവസരമാക്കി മാറ്റിയെടുക്കാനുള്ള ദുഷ്ടബുദ്ധിയാണ്. ഇതാരാണ് ഈ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്? ഈ T.S. ശ്യാംകുമാർ സുപ്രസിദ്ധ ദളിത് ചിന്തകനാണ്, പ്രശസ്തനായിട്ടുള്ള വാഗ്മി എന്നൊക്കെ പറഞ്ഞു. എന്താണ് T.S. ശ്യാംകുമാറിന്റെ പ്രസിദ്ധി, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രശസ്തി? അദ്ദേഹത്തിന്റെ പ്രശസ്തി നിരന്തരമായിട്ട് ഹിന്ദു മതത്തെയും ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു ദേവിമാരെയും അപമാനിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ്. അല്ലാതെ കേരളത്തിലെ ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് T.S. ശ്യാംകുമാർ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഈ T.S. ശ്യാംകുമാറിന്റെ എത്രയോ ലേഖനങ്ങളും എത്രയോ പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്. വളരെ ബോധപൂർവം അംബേദ്കറെ വളരെ സെലക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സംസ്കാരം മോശമാണ്, ഹിന്ദു ധർമ്മം മോശമാണ്, ഹിന്ദു ദേവതാ സങ്കല്പങ്ങളൊക്കെ അധമമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധി. ആ രീതിയിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരാളെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം, ജമാഅത്തെ ഇസ്ലാമി ആരാണ്? മൗലാന മൗദൂദിയുടെ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ട്വിന്നേഷൻ തിയറി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് പറയുന്ന ട്വിന്നേഷൻ തിയറിയെ പോലും പിന്തുണയ്ക്കുന്ന, രാജ്യത്തെ മുഴുവൻ ഇസ്ലാമൈസ് ചെയ്യണം, അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ഇസ്ലാമിക ശരിയാ നിയമത്തിന് കീഴിലാക്കണം എന്ന് വാദിക്കുന്ന, ജനാധിപത്യത്തെയോ ലിംഗസമത്വത്തെയോ അങ്ങനെയുള്ള യാതൊരു സംവിധാനങ്ങളെയും ഭരണഘടനയെ പോലും അംഗീകരിക്കാത്ത അംബേദ്കറേയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല. കാരണം അവര് ഈശ്വരന്റെ നിയമമാണ്, ദൈവികമായിട്ടുള്ള ഖുറാന്റെയും ശരിയുടെയും നിയമമാണ് പരമമായിട്ടുള്ള നിയമം. മനുഷ്യനിർമ്മിതമായിട്ടുള്ള നിയമങ്ങളൊന്നും മനുഷ്യൻ അംഗീകരിക്കേണ്ടതില്ല എന്ന് വാദിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവരുടെ റിലീജിയസ് ഐഡിയോളജി മുന്നോട്ട് വെക്കാൻ വേണ്ടി, അവരുടെ മതപരമായിട്ടുള്ള അജണ്ട പുഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പത്രം, ആ പത്രത്തിൽ T.S. ശ്യാംകുമാർ വന്നിരുന്നത് രാമായണ മാസത്തിൽ രാമനെ പറ്റി എഴുതുന്നത് അത് നിങ്ങൾ വിമർശനമാണെന്ന് പറയരുത്.
ഇവിടെ നിങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഹിന്ദുക്കൾ എന്തെങ്കിലും ചെയ്താൽ അത് ആക്രമണവും, ഹിന്ദുക്കൾക്കെതിരെ ചെയ്യുന്നതൊക്കെ വിമർശനവുമാണ്. രാമായണ മാസത്തിൽ TS ശ്യാംകുമാർ രാമനെ നിന്ദിക്കുന്നത് വിമർശനമാണ്. നേരെ തിരിച്ച് TS ശ്യാംകുമാറിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈബർ ആക്രമണമാണ്. എന്താ TS ശ്യാംകുമാർ ആരാ? മുഹമ്മദ് നബിയോ? ഇയാൾ ആരും ഒന്നും പറയാൻ പാടില്ലേ? ഇയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സൈബർ ആക്രമണമാവുന്നത്? അപ്പൊ TS ശ്യാംകുമാറിന് ഇവിടുത്തെ ഹിന്ദു സമുദായത്തിന്റെ, ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ നിന്ദിക്കാനോ ആക്ഷേപിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇല്ല. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ തിരിച്ച് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കാരണം ഇദ്ദേഹം അംബേദ്കറൈറ്റ് ആണെന്ന് പറയുന്നു. അംബേദ്കറുടെ എന്തെങ്കിലും ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഇദ്ദേഹത്തിനുണ്ടോ? അംബേദ്കർ ഹിന്ദു മതത്തിലെ പ്രാക്ടീസുകളെ മാത്രമല്ല, അംബേദ്കർ ഇസ്ലാം മതത്തെ വിമർശിച്ചതുപോലെ ഒരു മനുഷ്യനും ഇന്നുവരെ വിമർശിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു അംബേദ്കറൈറ്റ് ആണ് ഇദ്ദേഹമെങ്കിൽ ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിൽ പോയിട്ട് ലേഖന പരമ്പര എഴുതാനിരിക്കില്ല. കാരണം അംബേദ്കറിന്റെ പാകിസ്ഥാൻ ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എടുത്ത് നോക്കുക. ഇസ്ലാമോഫോബിക് ആണ് ഇന്നത്തെ കാലത്ത് നമുക്കൊരു പക്ഷെ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇസ്ലാമിനെ അദ്ദേഹം വിമർശിക്കുന്നത്. അദ്ദേഹം നോക്കൂ, അംബേദ്കർ ഹിന്ദു ധർമ്മത്തിൽ ജാതീയതയുണ്ട്, ഈ പറയുന്ന കാസ്റ്റിന്റെ ശ്രേണി നിബന്ധമായിട്ടുള്ള ജാതി വ്യവസ്ഥതയുണ്ട്, ചൂഷണാത്മകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു ധർമ്മത്തെ ധാരാളമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദു ധർമ്മത്തിൽ നിന്ന് പുറത്തുപോയി അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ബുദ്ധമതം സ്വീകരിക്കുമ്പോൾ ഏതാണ്ട് 4 ലക്ഷത്തോളം ആളുകളെ, 3,65,000 ആളുകളെ തന്റെ കൂടെ മതം മാറ്റിയിട്ടാണ് അദ്ദേഹം മാറുന്നത്. 20 കൊല്ലത്തോളം നീണ്ട ആലോചനയ്ക്ക് ശേഷമാണ് BR അംബേദ്കർ മതം മാറുന്നത്. അതിനിടയിൽ എല്ലാ മേജർ റിലീജിയൻസിനെ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. ഇസ്ലാമിനെ പരിഗണിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റിനെ പരിഗണിക്കുന്നുണ്ട്. ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ബുദ്ധധർമ്മത്തിലേക്ക് അദ്ദേഹം പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ റിലീജിയനെ തന്നെ, ഭാരതീയമായിട്ടുള്ള ധർമ്മത്തെ തന്നെ, ഈ ഭൂപ്രദേശത്ത് ഉടലെടുത്തതായിട്ടുള്ള ഒരു ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു മത സംവിധാനത്തെ മാത്രമേ തനിക്ക് പിന്തുടരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാ. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മറ്റു മതങ്ങളെല്ലാം വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാമിനെതിരെ വളരെ കർശനമായിട്ട് വിമർശിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇസ്ലാം മതം സാഹോദര്യത്തിന്റെ മതമാണെന്ന് പറയുന്നു. ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ഈ പറയുന്ന വിഭാഗീയതയും വിഭജനവും ഒക്കെ ഉണ്ട്. ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല, അത് വളരെ സാഹോദര്യമാണ്, ഫ്രട്ടേണിറ്റി ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇസ്ലാമിന്റെ ഫ്രട്ടേണിറ്റി വ്യാജമാണ്, ഇസ്ലാമിന്റെ സാഹോദര്യം വ്യാജമാണ്. കാരണം അത് ആദ്യം മനുഷ്യ സമൂഹത്തെ രണ്ടായിട്ട് ഭാഗിക്കുന്നു. മുസ്ലിം, നോൺ മുസ്ലിം എന്ന് രണ്ടാക്കി ഭാഗിക്കുന്നു. ഇതിൽ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമേ ഈ സ്നേഹവും സാഹോദര്യവും ഫ്രട്ടേണിറ്റിയും ഒക്കെ ഉള്ളൂ. മുസ്ലിമിനും നോൺ മുസ്ലിമിനും ഇടയിൽ നിരന്തരമായിട്ടുള്ള വൈരവും ശത്രുതയും മാത്രമേ ഉള്ളൂ. നിരന്തരമായിട്ട് മറ്റുള്ളവരോട് യുദ്ധം ചെയ്യാനാണ് ഈ മതം പ്രേരിപ്പിക്കുന്നത്. മറ്റവനെ തന്റെ സഹോദരനായിട്ട് അംഗീകരിക്കാനല്ല, മറ്റവനൊരു മനുഷ്യനായി പോലും അംഗീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവനെ പാപിയായിട്ടും പതിതനായിട്ടുമാണ് കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിലെ സാഹോദര്യം വ്യാജാണെന്ന് പറയുന്നുണ്ട്. ഇസ്ലാമിന് ഒരു കടുത്ത പരാമർശമാണ്. പക്ഷെ BR അംബേദ്കർ, ഹൈക്കോർട്ട് BR അംബേദ്കർ പറയുന്നു ഒരു ഇസ്ലാമിന് ഒരിക്കലും ഒരു രാജ്യത്തെ ദേശസ്നേഹിയായിട്ടുള്ള മനുഷ്യനായിരിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റും സോഷ്യൽ ഗവൺമെന്റും തമ്മിൽ അവർ നിരന്തരമായിട്ട് കോൺഫ്ലിക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതമാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം. അതിന് കീഴിലുള്ള ഭരണഘടനകളെയോ അതിന് കീഴിലുള്ള ദേശീയതകളെയോ ഇവരൊന്നും അംഗീകരിക്കുന്നില്ല. ദേശീയത എന്ന് പറയുന്ന സങ്കല്പത്തെ ഇസ്ലാമിന് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ലോകത്തെ എല്ലായിടത്തും ഉള്ള മുസ്ലിം ഒരു സമൂഹമാണെന്ന്, മുസ്ലിം ഉമ്മ എന്നാണ് പറയുക. ഇന്ത്യയിലുള്ള മുസ്ലിമും പാകിസ്ഥാനിലുള്ള മുസ്ലിമും ബംഗ്ലാദേശിലുള്ള മുസ്ലിമും സൗദി അറേബ്യയിലുള്ള മുസ്ലിമും ഇവരെല്ലാവരുമാണ്. അത് ഭൂപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എവിടെയൊക്കെ മുസ്ലിം സമൂഹം ഉണ്ടോ, എവിടെയൊക്കെ മുസ്ലിം മനുഷ്യരുണ്ടോ അതൊക്കെ ഒരു ദേശമായിട്ടാണ്, അതൊക്കെ ഒരു സമൂഹമായിട്ടാണ് ഇവർ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോമിസൈൽഡ് ലാൻഡിനോട്, ഏത് ഭൂമിയിലാണോ ജീവിക്കുന്നത് ആ ഭൂമിയോട് നിർവ്യാജമായിട്ടുള്ള കൂറും വിശ്വസ്തതയും പുലർത്താൻ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം അനുവദിക്കുന്നില്ലെന്നും, അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം വിശ്വാസിക്ക് എപ്പോഴും തന്റെ മാതൃരാജ്യവും ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള സംഘർഷം വന്നാൽ അവർ ഇസ്ലാമിന്റെ ചര്യകൾ മാത്രമേ പിന്തുടരുന്നുള്ളൂ, അവർ രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പൂർണ്ണമായിട്ടുള്ള ദേശസ്നേഹിയാവാൻ സാധിക്കില്ല. അത് വലിയൊരു വിമർശനമായിട്ട് BR അംബേദ്കർ പറയുന്നുണ്ട്. ഞാൻ കോട്ട് ചെയ്യാണ്, പാകിസ്ഥാൻ ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ BR അംബേദ്കർ പറയുന്നുണ്ട്. BR അംബേദ്കർ ഇസ്ലാം മതത്തിലുള്ള ജാതീയതയെ പറ്റി പറയുന്നുണ്ട്. ഇവര് ഹിന്ദുധർമ്മത്തിലെ ജാതീയതയെ പറ്റി പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ജാതീയതയെ പറ്റിയിട്ട് എന്താണ് പറയാത്തത്? ഇസ്ലാമിൽ 2 ജാതികളാണ്, അഷ്റഫ് എന്നും അജ്ലഫ് എന്നും പറയുന്ന 2 ജാതികളാണ്. ഈ നോബിൾ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾ, ബ്രാഹ്മണര് മതം മാറിയത് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഇറാനെന്നും യമനെന്നും ഒക്കെ വന്നിട്ടുള്ള ആളുകളെയാണ് ഇവർ അഷ്റഫ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തങ്ങന്മാരെ പോലെയുള്ള എലൈറ്റുകൾ ഒരു വിഭാഗമായിട്ട് നിൽക്കുന്നു. അതല്ലാത്ത സാധാരണക്കാരിൽ നിന്ന് മതം മാറിയിട്ടുള്ള ആളുകളെ ഇവർ അഷ്റഫുകളായിട്ട്, 2ാം കിടക്കാരായിട്ട് കണക്കാക്കുന്നു. ഇവര് കൂടെ കൂട്ടാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വേറെന്തോ പേര് പറയുന്നുണ്ട്, അസ്റഫ് എന്നോ അങ്ങനെന്തോ, എനിക്ക് കൃത്യമായിട്ട് വാക്ക് ഓർമ്മ വരുന്നില്ല. അവർക്ക് ശവം മറവ് ചെയ്യാൻ വേറെ സ്ഥലമാണ്, അവർ ഇവരുടെ സദ്യകളിൽ ഒരുമിച്ച് ഇരുത്താറില്ല, അവര് പരസ്പരം വിവാഹം കഴിക്കാറില്ല, അവർ വീടുകളിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല. അവ അത്രയും രൂക്ഷമായിട്ടുള്ള ജാതീയത ഇസ്ലാം പിന്തുടരുന്നു പറയുന്നത്. അംബേദ്കറിന്റെ പ്രശസ്തമായിട്ടുള്ള കോട്ട്, "There are all social evils in Islam as there are in Hinduism.
ദർ ആർ സം എക്സ്ട്രാ എന്നാണ്. അതായത് ഹിന്ദു മതത്തിൽ ഉണ്ടെന്ന് ആരോപിക്കാവുന്ന എല്ലാ ദോഷങ്ങളും ഇസ്ലാമിലുണ്ട്, കുറച്ച് അധികവും ഉണ്ട് എന്നാ. എന്നിട്ട് കുറച്ച് അധികമായിട്ട് അദ്ദേഹം പറയുന്നത് ചൈൽഡ് മാരേജ് ഉണ്ട്, അതേപോലെ തന്നെ ഉം. പർദ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ സ്ത്രീകളുടെ എന്താ പറയാ ലിംഗസമത്വത്തിലുള്ള പോരായ്മകളെ പറ്റി പറയുന്നുണ്ട്, സ്ലേവറിയെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ലോകത്തെ എല്ലായിടത്തും നിയമം മൂലം സ്ലേവറി ഇപ്പൊ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിർത്തോളം അതിന് ഏറ്റവും കടുത്തമായിട്ടുള്ള മതപരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിരുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണ്. കാരണം ഇസ്ലാം ഉം. അടിമത്തത്തെ ഒരു സമ്പ്രദായം എന്ന രീതിയിൽ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ വളരെ രൂക്ഷമായിട്ട് ഇസ്ലാമിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. മാപ്പിള ലഹളക്കാലത്ത്, മലബാർ കലാപകാലത്ത് അതിനെതിരെ ഏറ്റവും ശക്തമായിട്ട് ഈ പറയുന്ന മൂവ്മെന്റിനെതിരെയൊക്കെ എഴുതിയിട്ടുള്ള ആള് ഇദ്ദേഹമാണ്. അതേപോലെ തന്നെ ഇസ്ലാം ഉള്ള സ്ഥലത്ത് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള പീസ് ഉണ്ടാവില്ല എന്ന് ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ വർഗീയവാദിയായിട്ട് പറയുകയാണെന്ന് പറയും. പക്ഷെ ബി ആർ അംബേദ്കറുടെ കോട്ടാണ്. നിങ്ങൾക്ക് ബി ആർ ഉം. അംബേദ്കർ 1950 പറഞ്ഞ എല്ലാ കാര്യവും ഇപ്പൊ എടുത്ത് അതുപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത്. ബി ആർ അംബേദ്കർ പറയുന്ന ഇസ്ലാമിന് രണ്ട് തരത്തിലുള്ള ലോക സമൂഹങ്ങളേ ഉള്ളൂ. ഒന്ന് ദാരുൽ ഇസ്ലാമും ഒന്ന് ദാരുൽ ഹറബും. ദാരുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് കീഴിൽ ഭരിക്കപ്പെടുന്ന വ്യവസ്ഥയാണ്. അവിടെ മാത്രമേ ഒരു മുസ്ലിമിന് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ അവസ്ഥ എന്താ? ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ മറ്റൊരു മതത്തിലെ ആളുകൾ ഭരിക്കുന്ന ഒരു വ്യവസ്ഥയാണെങ്കിൽ അത് ഇസ്ലാമിൽ ദാരുൽ ഹറബാണ്, സ്റ്റേറ്റ് ഓഫ് വാർ ആണ്. അതിനെ ദാരുൽ ഇസ്ലാം ആക്കാൻ വേണ്ടി നിരന്തരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോ മുസ്ലിങ്ങൾക്ക് ബൈനറി ഉള്ളൂ. ഒന്നില്ലെങ്കിൽ മുസ്ലിങ്ങളാൽ ഭരിക്കപ്പെടുന്ന ശരിയാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥ, അവിടെ അവർ ജീവിക്കും. അതല്ലെങ്കിൽ ഇസ്ലാമിക ഭരണമല്ലാത്ത രാജ്യത്തിലാണെങ്കിൽ ഇവർ നിരന്തരമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും, ഒരു കലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും, ഇവര് നിരന്തരമായിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് സമാധാനപരമായിട്ടൊരു ജീവിതം ഒരു നോൺ മുസ്ലിം മെജോറിറ്റി രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾ ഒരിക്കലും സമാധാനമുള്ളവരായി ജീവിക്കില്ല എന്ന് ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും രൂക്ഷമായിട്ട് ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ടുള്ള ബി ആർ അംബേദ്കറിനെ നമ്മൾ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ അംബേദ്കറിയേറ്റ് വെർഷനിലുള്ള ഒരു ഇസ്ലാമിക വായനയാണ് നടത്തുന്നത് കൊണ്ട് രാമായണ മാസത്തിൽ ഞാൻ ജന്മഭൂമിയിൽ ലേഖനം എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേസരിയിൽ ലേഖനം എഴുതി കഴിഞ്ഞാൽ ഇവർ അംഗീകരിക്കോ? നിങ്ങൾക്ക് രാമായണത്തെ പറ്റി വിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ വിമർശനമായിട്ട് പറഞ്ഞോളൂ. പക്ഷെ അത് വളരെ ബോധപൂർവ്വം ഒരു പ്രകോപനത്തിന്റെ ഉപാധിയാക്കി മാറ്റുമ്പോൾ നിങ്ങളൊരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ മനഃപൂർവ്വം കുത്തി നോവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ട് ആ വിഭാഗത്തിന് വേദനിച്ചു എന്നതൊരു കുറ്റമായി പറയരുത്. കാരണം നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നല്ലോ, നിങ്ങൾക്ക് ഹിന്ദുക്കളെ വേദനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഹിന്ദുക്കൾക്ക് വേദനിച്ചു, ഹിന്ദുക്കൾ പ്രതികരിച്ചു. അപ്പൊ അത് ഹിന്ദുത്വവാദികളുടെ ആക്രമണം എന്ന് പറയുന്നത് എന്തിനാ? ഇവിടെ ഹിന്ദുത്വവാദികളൊന്നുമല്ല അതിനെതിരെ ആക്രമിച്ചത്. ശ്രീരാമനിൽ വിശ്വസിക്കുന്ന, രാമായണത്തെ വളരെ ദിവ്യമായി കണക്കാക്കുന്ന, രാമായണ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും രാമായണം വായിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേദനിക്കും. ഈ സമയത്ത് വന്ന് നിന്നിട്ട് രാമായണം വളരെ അധമമാണ്, രാമൻ നീചനായിട്ടുള്ള മനുഷ്യനാണ്, രാമായണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതാണ്, രാമായണം ആരും വായിക്കാൻ പാടില്ല, കടലിനടിയിലേക്ക് ചവിട്ടി താഴ്ത്തേണ്ട ഗ്രന്ഥാന്നൊക്കെ എഴുതിയിട്ട് ഞാൻ അംബേദ്കറിയൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടുള്ള ഒരു വിമർശനമാണ് നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കറിയൻ പെർസ്പെക്റ്റീവ് ഇതല്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ അംബേദ്കറിയൻ പെർസ്പെക്റ്റീവ് എന്നൊക്കെ നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാണ്. നിങ്ങൾ കംപ്ലീറ്റ്ലി ക്രിപ്റ്റോ ഇസ്ലാമിക് പക്ഷത്ത് നിന്നുകൊണ്ട് ഇവരുടെ കൺവേർഷൻ മാഫിയയുടെ പണവും മേടിച്ചുകൊണ്ട് ഇവിടുത്തെ ദളിത് ആക്ടിവിസ്റ്റ് ആണെന്നുള്ള മുഖം മൂടിയും വെച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ദാസ്യപ്പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ക്രിപ്റ്റോ ഇസ്ലാമിക് പക്ഷത്താണ്. അംബേദ്കർ ഏത് പക്ഷത്തെയാണോ വിമർശിച്ചത്, അംബേദ്കർ ആരെയാണ് രാഷ്ട്രീയമായിട്ട് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്, അവരുടെ പണം വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന നിങ്ങൾ ഞാൻ അംബേദ്കർ എന്ന് പറയുന്നത് അംബേദ്കർക്ക് ഒരു അപമാനമാണ്. കാരണം അംബേദ്കറിന് അങ്ങനെ ഒരു സെലക്ടീവ് ക്രിറ്റിസിസത്തിന്റെ സ്വഭാവമില്ല. അദ്ദേഹം ഹിന്ദുധർമ്മത്തെ വിമർശിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇസ്ലാമിനെയും വിമർശിച്ചിട്ടുണ്ട്, അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെയും വിമർശിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ആരെയാ കൂടുതൽ വിമർശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെയാണ് അദ്ദേഹം അധികം വിമർശിച്ചിട്ടുള്ളത്. ഇത്രയും രൂക്ഷമായിട്ട് ആരെയും വിമർശിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇസ്ലാമിനെ പറ്റി നിങ്ങൾ മിണ്ടുകയില്ല. നിങ്ങൾക്ക് എന്താണ് ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഈ പറയുന്ന ട്രിപ്പിൾ തലാഖിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് ആ കാര്യത്തിൽ അഭിപ്രായം ഇല്ല. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് തുല്യമായിട്ട് സ്വത്തവകാശം ഇല്ലാത്തതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നിങ്ങൾക്ക് ആ കാര്യത്തിൽ അഭിപ്രായം ഇല്ല. നിങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നിങ്ങൾക്ക് ആ കാര്യത്തിൽ അഭിപ്രായം ഇല്ല. അഭിപ്രായം ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പൊ വേണമെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പാടില്ലെന്ന് അംബേദ്കർ വിഭാഗം ചെയ്ത സംഗതിക്ക് എതിരെന്ന് വേണ്ടി നിങ്ങൾ സംസാരിക്കും. ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ദളിത് ഇസ്ലാമിക് ഐക്യമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ എന്താ? ഇതൊക്കെ ഇസ്ലാമിക് ആയിട്ട് ഫണ്ടഡ് ആയിട്ട് സൗദിയും ഖത്തറും പോലെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഈ പെട്രോൾ ഓർഡർ ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഫണ്ട് ചെയ്യപ്പെടുന്ന ഇവിടുത്തെ വഹാബി കൺവേർഷൻ മാഫിയയുടെ ടൂൾസ് ആണ് ഇവരൊക്കെ, അതിന്റെ ഏജന്റുമാരാണ് ഇവരൊക്കെ. അവരുടെ ഈ കൊട്ടേഷൻ പണിയാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പണിക്ക് ഞങ്ങൾ അംബേദ്കറിയൻ വെർഷനിൽ നിന്നുകൊണ്ടാ പറയുന്നതെന്നൊക്കെ പറയരുത്. ഇതിലെല്ലാ വാക്കുകളും ഞാൻ നിഷേധിക്കാം. ആദ്യം തന്നെ ഒന്നാമത് ഈ ദളിത് എന്നൊക്കെ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കോയിനേജ് ആണ്. അതൊന്നും ഒരു സോഷ്യൽ സിസ്റ്റം ഒന്നുമല്ല. ദളിത് എന്ന വാക്ക് യഥാർത്ഥത്തിൽ മഹാത്മാ ജ്യോതിറാവ് ഫുലെയാണ് കൊണ്ടുവരുന്നത്. അത് ചെതറിയവർ,
അരികുവൽക്കരിക്കപ്പെട്ടവർ, എന്താണ് ഉം, ചെതറിപ്പോയവർ എന്നൊക്കെ അർത്ഥത്തിലാണ്. ഇന്ത്യയിൽ ദളിതരാരും ഉം, ഇല്ല. ഇന്ത്യയിൽ 1950 ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം തുല്യ അവകാശമുള്ള മനുഷ്യരേ ഉള്ളൂ. ഇന്ത്യയിൽ ഇപ്പോ എന്താണ് ഉയർന്ന നിൽക്കുന്ന മറ്റേ ആഢ്യ ബ്രാഹ്മണനും താഴെ കിടക്കുന്ന ദളിതനായിട്ടുള്ള മനുഷ്യനൊന്നുമില്ല. തുല്യാവകാശമുള്ള പൗരന്മാർ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന TS ശ്യാംകുമാർ ചെറുപ്പം തൊട്ട് സംസ്കൃതവും വേദവും വേദാന്തവും ജ്യോതിഷവും ഒക്കെ പഠിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ള എല്ലാ അവകാശം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ അത് ചെയ്യുന്നത്. നിങ്ങൾ കാലടി ഉം, സർവകലാശാലയിൽ പോയിട്ട് നിങ്ങൾ സംസ്കൃതത്തിൽ PhD എടുത്തില്ലേ? അതിനുശേഷം നിങ്ങൾ കേരള സർക്കാരിന്റെ ഫെലോഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾ പോണ്ടിച്ചേരിയിലുള്ള ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഡോക്ടർ ISA ശർമ്മയുടെ കീഴിൽ നിന്നിട്ടാണ് അദ്ദേഹം പഞ്ചരാത്ര ആഗമങ്ങളെ പറ്റിയിട്ട് തീസിസ് സമർപ്പിച്ചത്. അപ്പോ ഉം, ഒരു ബ്രാഹ്മണനോടൊപ്പം നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന വേദവും വേദാന്തവും ജ്യോതിഷവും എല്ലാം പഠിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് 100 കൊല്ലം ഉം, മുൻപേ ഉണ്ടായിരുന്ന സാമൂഹികാവസ്ഥയെ ഇപ്പോൾ ഇവിടേക്ക് ബോധപൂർവം പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉള്ളിലുള്ള ജാതി വൈരം എന്താണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ജാതീയതയാൽ മോട്ടിവേറ്റഡ് ആണ്. ഇവർ ജാതിക്കെതിരെ സംസാരിക്കുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഉം, അടിസ്ഥാനപരമായിട്ട് ഇത് വളരെ കടുത്ത ജാതിവാദികളാണ്. ഇവരുടെ പ്രശ്നം എന്താണ്? ഉം, ഇവരുടെ പ്രശ്നം ബ്രാഹ്മണ വിരോധമാണ്. ഇവരുടെ പ്രശ്നം സവർണ വിരോധമാണ്. ഇവരുടെ പ്രശ്നം എന്താണ്? ഈ ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന സംവിധാനം ഒരു കാലത്ത് എന്താ പറയാ ഇവിടുത്തെ അവർണ വിഭാഗങ്ങളെ ഭയങ്കരമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ നരേറ്റീവ് പുഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ വളരെ ബോധപൂർവ്വം ഇതിനെ ആക്രമിക്കുന്നതാണ്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള തിന്മകളാണ്. ഇതൊന്നും മതത്തിന്റെയോ അല്ലെങ്കിൽ ധർമ്മത്തിന്റെയോ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ശാസ്ത്രങ്ങൾ നിഷ്കർഷിക്കുന്ന തരത്തിലുള്ള ചൂഷണങ്ങളൊന്നും അല്ല. അതിലൊക്കെ 18ാം നൂറ്റാണ്ട് മുതലുള്ള യൂറോപ്യൻ ഭരണം പോലും ഇതിനെ ഈ പറയുന്ന ജാതീയതയൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എലമെന്റ് ആണ്. അതിനു മുമ്പൊക്കെ വളരെ ലൂസിഡ് ആയിരുന്ന വളരെ ഫ്ലൂയിഡ് ആയിരുന്ന ഒരു വ്യവസ്ഥയെ ഇങ്ങനെ വളരെ ഉം, എന്താണ് കർക്കശമായിട്ടുള്ള ജാതി വ്യവസ്ഥകളാക്കി മാറ്റുന്നത് അതിന്റെ പിന്നിലെ ബ്രിട്ടീഷ് ഉം, ഇൻവോൾവ്മെന്റ് ഒക്കെ പഠനങ്ങൾ കൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ഉം, ഇതൊന്നും അറിയാതെയല്ല, ഇത് മനഃപൂർവ്വം അവനവന്റെ മനസ്സിലുള്ള വൈരവും വെറുപ്പും ഇത് വലിയ പുരോഗമനമാണ്, ഇത് വലിയ പരിഷ്കരണവാദമാണെന്നുള്ള മട്ടിൽ പറയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവർ സമൂഹത്തിൽ ഉം, ജാതീയത പുനഃസൃഷ്ടിക്കുക ചെയ്യുന്നത്. ഇത് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുക, മനുഷ്യർക്കിടയിൽ ശത്രുത സൃഷ്ടിക്കുക, മനുഷ്യർക്കിടയിൽ ജാതീയമായിട്ടുള്ള സ്വത്വബോധങ്ങൾ സൃഷ്ടിക്കുക. ഒരു എന്താണ് എന്താണ് SC വിഭാഗത്തിൽപ്പെടുന്ന ആളോട് ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന ആളോട് അകാരണമായിട്ടുള്ള ശത്രുത ജനിപ്പിക്കുക. അവർ തമ്മിൽ അങ്ങനെ ശത്രുത ഉണ്ടാവേണ്ട യാതൊരു സാമൂഹിക സാഹചര്യം ഇന്ന് ഈ രാജ്യത്ത് നിൽക്കുന്നില്ല. ഇല്ലത്ത് ജനിച്ചിട്ടുള്ള ആളും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ജനിച്ചിട്ടുള്ള ആളും ഒരേ പൗരാവകാശങ്ങളും ഒരേ മൗലികാവകാശങ്ങളുള്ള പൗരന്മാരായി നിൽക്കുമ്പോൾ ഇവർ ദളിതരാണെന്നൊക്കെ പറയുന്നത്, ദളിതാണെന്നൊക്കെ പറയുന്നത് അത് വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രയോഗമാണ്. ഉം, അതൊരു വിഭാഗത്തെ അങ്ങനെ തന്നെ എല്ലാ കാലത്തും ഈ പറയുന്ന വിക്ടിംഹുഡിനുള്ളിൽ നിർത്താൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്നതാണ്. അപ്പൊ ദളിത് എന്നുള്ള ശബ്ദത്തെ ഞാൻ നിഷേധിക്കുന്നു. ഈ പറഞ്ഞ പ്രശസ്തനായ ചിന്തകൻ അദ്ദേഹത്തിന്റെ പ്രശസ്തി എന്താണ് എന്നുള്ളത് ഉം, ആ തരത്തിൽ ഞാൻ അതിനെ നിഷേധിക്കുന്നുണ്ട്. സൈബർ ഉം, ആക്രമണം എന്ന് പറയുന്നതിനെ ഞാൻ നിഷേധിക്കുന്നുണ്ട്. ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്നതിനെ ഞാൻ നിഷേധിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവര് കൂടി ഉണ്ടാക്കുന്ന ഒരു പുകയാണ്. ഇതിലൊന്നുമല്ല സംഭവം. ഉം. ഇതെന്താ വെച്ചാൽ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ രാമായണ മാസത്തിൽ വന്നിട്ട് രാമനെ പറ്റി ചീത്ത പറഞ്ഞു. രാമനെ ചീത്ത പറഞ്ഞപ്പോ കേട്ടിരിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ കുറച്ച് തിരിച്ചും പറഞ്ഞു. അപ്പൊ തിരിച്ചു പറഞ്ഞപ്പോ എന്താ, ഉം, പുരോഗമനക്കാർ മുഴുവൻ ഇപ്പൊ ഇയാളുടെ കൂടിയാ. ഈ ഒരൊറ്റ ഉം, പുരോഗമനക്കാരൻ ചോദിക്കുന്നില്ല താൻ ഇത്ര വലിയ പുരോഗമനവാദിയാണെങ്കിൽ താൻ എന്തിനാ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റേ മാധ്യമത്തിൽ പോയി എഴുതിയത്? താനിത് പോയിട്ട് ഉം, ഉം, ദേശാഭിമാനിയിലോ അല്ലെങ്കിൽ താനിത് മറ്റേ മലയാള മാസികയിലോ താനിത് മാതൃഭൂമിയിലോ താനിത് മനോരമയിലോ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും തനിക്ക് എന്ത് ഉം. ചെയ്യും മാധ്യമമായിട്ടുള്ള ബന്ധം. എങ്ങനെയാണ് ഈ മാധ്യമത്തിന്റെ വേദികളിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വരുന്നത്? എന്തുകൊണ്ട് ഈ ഉം. സമയം നിങ്ങൾ തെരഞ്ഞെടുത്തു? നിങ്ങൾ എന്താ രാമായണ മാസം അല്ലാണ്ട് കർക്കിടക മാസം അല്ലാണ്ട് വേറെ സമയമൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ഉം, ഉം. പറഞ്ഞു വെക്കുന്ന എന്താ? പോട്ടെ, ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ഇദ്ദേഹം പറഞ്ഞതിനെ ആരും വസ്തുതാപരമായി ഖണ്ഡിച്ചിട്ടില്ല, അദ്ദേഹത്തെ അതെ മാത്രമേ അതെ ചോദ്യം ചെയ്യുന്നുള്ളതൊക്കെയാണ്. അതെ വസ്തുതാപരമായിട്ട് ഖണ്ഡിക്കാൻ ഈ സാധനം ഈ മൗദൂദികളല്ലാണ്ട് ആരും വായിക്കുന്നില്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. മാധ്യമപത്രം ധനുഷ് വായിക്കാറുണ്ടോ? ഞാൻ ഞാൻ വായിക്കാറില്ല. വായിക്കാറില്ല. ഞാനും വായിക്കാറില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് ഈ മൗദൂദികൾ മാത്രമേ വായിക്കാറുള്ളൂ. ഇത് ഏതോ ആവേശം കൂടുതലായിട്ടുള്ള മൗദൂദി കണ്ടോ ഉം, ഞങ്ങൾക്ക് പുതിയൊരു പഠനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് മൂപ്പര് എഴുതിയിട്ടുള്ള ഏതോ ഒരു സാധനമുണ്ട്. അതില് ഉം, രാമൻ ബുദ്ധനെ ചോരൻ എന്ന് വിളിച്ചു എന്നാണ് അതിന്റെ ആരോപണം. അതായത് രാമൻ ഉം, ബുദ്ധനെ കള്ളൻ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം ഈ രാമായണത്തിൽ ഉണ്ട് എന്ന് ഉം, പറഞ്ഞിട്ട് മൂപ്പര് അതിലത്തെ ഒരു ഭാഗം രാമനും ജാബാലിയും തമ്മിലുള്ള സംവാദത്തിന്റെ ഭാഗമാണ് എടുത്തുകൊണ്ട് വന്ന്. ഉം, ഇതെടുത്തിട്ട് ഇയാൾ ഭയങ്കര ഉം. ആവേശത്തിൽ പുതിയൊരു തെളിവ് കിട്ടിയ പറയും മൂപ്പര് ഈ മൗദൂദികളെ പറ്റിക്കാൻ വേണ്ടി എഴുതിയതാ, ഇവന്മാര് ഈ രാമായണം ഒന്നും വായിക്കില്ല എന്ന് ഇവർക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ ഉടായിപ്പാണ് ഫുള്ള്. നിങ്ങൾ ലേഖനം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. വെറും ഉം. വേർഡ് പ്ലേ ആണ്. വാക്കുകൾ കൊണ്ട് അത് മാത്രമേ ഇങ്ങനെയൊക്കെയാണെന്ന് ഉള്ളൂ. തോന്നിപ്പിക്കുന്ന അത് തോന്നിപ്പിക്കുന്ന ഒരു കണ്ടന്റും ഇല്ലാത്ത സാധനം. യഥാർത്ഥത്തിൽ രാമായണം വായിച്ചിട്ടുള്ള ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആൾക്ക് അസംബന്ധമെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്നാൽ ഈ ഒരു വിഭാഗത്തിന് എന്താണ് അവർക്ക് സുഖിപ്പിക്കുന്ന മട്ടിൽ എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ എല്ലാ അതെ അതെ നരേറ്റീവുകളും ശരിവെക്കുന്ന പോലെ എഴുതി കൊടുത്തിരിക്കുക. ഉം, ഇതാരോ കൊണ്ട് പുറത്തിട്ടപ്പോഴാ ഞാൻ ആ ഭാഗം വായിച്ചു നോക്കി. ഇദ്ദേഹം ഈ ബുദ്ധനെ ചോരൻ എന്ന് വിളിച്ചു എന്ന് പറയുന്ന ഭാഗം
യഥാ ചോര തഥാ ബുദ്ധ എന്ന് പറയുന്ന ഒരു ഉം, ഭാഗമാണ്. ഉം, അതിലെന്താ അതിന്റെ ഉം, സന്ദർഭം എന്താന്ന് വെച്ചാല്, ഈ ദശരഥന്റെ ഉം, മന്ത്രിയായിട്ടുള്ള ജാബാലി രാമനെ കാട്ടിൽ പോയി കാണുകയാണ്, തിരിച്ച് അയോധ്യയിലേക്ക് ഉം, വരാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട്. അയോധ്യയിലേക്ക് ഉം, വരാൻ ഉം, വേണ്ടി ആവശ്യപ്പെടുമ്പോ രാമൻ പറയും, ഇല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ എന്റെ അച്ഛന് കൊടുത്തിട്ടുള്ള വാക്കാണ്, അച്ഛൻ മരിച്ചുപോയി, ഉം, അച്ഛന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വാക്കാണ്, അങ്ങനെ ചെയ്യുന്ന ഉം, ഉം, അധർമ്മമാണ്, ധർമ്മല്ല. ഉം, അപ്പൊ ജാബാലി എന്ത് ചെയ്യണു, ജാബാലിക്ക് ഈ ധർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്ന രാമനെ നേരെ വിപരീതമായിട്ട് ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടല്ലേ എതിർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജാബാലി ഉം, ഉപയോഗിക്കുന്ന നാസ്തികവാദങ്ങളാണ് ഇതിനെ മുഴുവൻ. അന്നത്തെ ഉം, കാലത്ത് നാസ്തിക ദർശനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദർശനമുണ്ട്. വേറൊരു സന്ദർഭം ആലോചിച്ച് കഴിഞ്ഞാൽ, ഇതേ രാമായണത്തിൽ ഭരതൻ രാമനെ കാണാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ രാമൻ ഭരതനോട് ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ രാജ്യത്തെ നാസ്തികന്മാർക്കും ചാർവാകന്മാർക്കും ഒക്കെ സൗഖ്യം തന്നെയല്ലേ എന്നാ ചോദിക്കുന്നത്. അതെ. രാജാവിനെ വിമർശിക്കുന്ന ആളുകളാണ്, അവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഭാഗമുണ്ട്. അപ്പോ ഉം, ഉം, ഇദ്ദേഹം ചാർവാക ദർശനത്തിൽ നിന്നുകൊണ്ട് രാമനെ തിരുത്താൻ വേണ്ടി പറയണു, ഇതിലെന്താ അർത്ഥമുള്ളത്, അച്ഛൻ മരിച്ചുപോയി, ഇനിയിപ്പോ അച്ഛന്റെ വാക്ക് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്, മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ അവരോടുള്ള കമ്മിറ്റ്മെന്റ് അച്ഛൻ ജീവിച്ചിരിക്കണ വരെ ഉള്ളൂ. നിങ്ങൾ അച്ഛന് ഉം, കൊടുത്ത ഉം, വാക്ക് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് അത്രേ ഉള്ളൂ. അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അതൊന്നും ബാധകമല്ല, മരണാനന്തരമുള്ള കാര്യങ്ങളിലൊന്നും അർത്ഥമില്ല എന്നുള്ള പോലെ മുപ്പരീശ് ഈ പറയുന്ന എന്താണ് ശ്രാദ്ധ കൂട്ടുന്നതിനെ, പിതൃകർമ്മങ്ങൾ ഉം, അനുഷ്ഠിക്കുന്നതിനെ, ഇതിനൊക്കെ നിഷേധിക്കുന്നുണ്ട്. മുപ്പര് പറയുന്നത് ശ്രാദ്ധ കൂട്ടിയിട്ട് എന്താ കാര്യം, ഇവിടെ ഭൂമിയിൽ എടുത്ത് ശ്രാദ്ധ കൂട്ടി കഴിഞ്ഞാൽ പിതൃലോകത്തുള്ള പിതൃക്കൾക്ക് കിട്ടുമോ, അങ്ങനെയാണെങ്കിൽ ദീർഘയാത്ര പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് നമ്മൾ തന്നെ ഊണ് കഴിച്ചാൽ പോരെ, അവർക്ക് വഴിയിലൊക്കെ ഭക്ഷണം ഉം, കിട്ടുമല്ലോ. ഇങ്ങനെ വളരെ എന്താണ് റീസണിങ്ങിന്റെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട്, റാഷണൽ ആർഗ്യുമെന്റ്സ് ഉം, ഉപയോഗിച്ചുകൊണ്ട് ഇതിലൊന്നും കഥയില്ല എന്ന് പറയാണ്. അപ്പോ എന്നിട്ട് രാമനോട് തിരിച്ച് എങ്ങനെയെങ്കിലും അയോധ്യയിലേക്ക് മടങ്ങി വരണം എന്നാണ് അദ്ദേഹത്തിന്റെ പർപ്പസ്. ജാബാലി ആരാണെന്ന് ഉം, ആലോചിക്കണം. ജാബാലി ബ്രാഹ്മണനാണ്. ജാബാലി ഉം, ദശരഥന്റെ മന്ത്രിയാണ്. ദശരഥന്റെ ഉം, പ്രധാനപ്പെട്ട ഉപദേഷ്ടാവായിരുന്നു. രാമനെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന സന്ദർഭമാണിത്. പക്ഷെ പിതൃകർമ്മത്തെയും ശ്രാദ്ധത്തെയും ഒക്കെ ജാബാലി പൂർണ്ണമായിട്ട് നിഷേധിച്ച് നാസ്തികവാദം പറയുമ്പോൾ രാമന് ദേഷ്യം വന്നു. രാമന് ദേഷ്യം വന്നപ്പോൾ രാമൻ എന്താ പറഞ്ഞത്, ഇങ്ങനെ സംസാരിക്കുന്ന ബുധജനങ്ങൾ അവര് ചോരന്മാരെക്കാൾ നീചന്മാരാണ്, ഈ തഥാഗതന്മാര് നാസ്തികന്മാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെ സാമാന്യ ജനങ്ങൾ പരമാവധി അകറ്റി നിർത്തുകയാണ് വേണ്ടത്, ഇവരെ എല്ലാവരും സംശയത്തോടു കൂടി മാത്രമേ കാണുന്നുള്ളൂ എന്നാ പറഞ്ഞത്. അവിടെ ബുദ്ധ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം ബുദ്ധൻ എന്നല്ല. ബുദ്ധൻ എന്ന് പറയുന്നത് ഒരു ആളുടെ പേരല്ല, ബുദ്ധൻ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. ഈ യഥാർത്ഥത്തിലുള്ള പേരെന്താ, സിദ്ധാർത്ഥൻ എന്നാണ്. ഗൗതമ അതെ. എന്ന് പറയുന്ന ക്ലാനിൽ ജനിച്ചിട്ടുള്ള സിദ്ധാർത്ഥൻ ബോധോദയം എന്ന് പറയുന്ന അവസ്ഥ പ്രാപിക്കുമ്പോഴാണ് അദ്ദേഹം ബുദ്ധനാവുന്നത്. അല്ലാണ്ട് ബുദ്ധൻ എന്നുള്ളത് ബുദ്ധന്റെ മാത്രം പേരല്ല. ഈ ബുദ്ധൻ, ഗൗതമ ബുദ്ധന് മുൻപ് എത്രയോ ബുദ്ധന്മാരുണ്ടായിട്ടുണ്ട്. ബുദ്ധ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ബുദ്ധി, ബോധം എന്നൊക്കെയാണ്. അവേക്കനിങ് എന്നൊക്കെയുള്ള, എൻലൈറ്റൻമെന്റ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ബുദ്ധ. ആ ബോധി എന്ന് പറയുന്ന അവസ്ഥ പ്രാപിച്ചിട്ടുള്ള ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബുദ്ധൻ. ഇപ്പൊ സിദ്ധാർത്ഥ ബുദ്ധൻ, ശാക്യമുനി ബുദ്ധൻ, അങ്ങനെ എത്രയോ ബുദ്ധന്മാരുണ്ട്. ബുദ്ധന് മുൻപും ബുദ്ധന് ശേഷം ഭാഗവത പുരാണത്തിൽ ബുദ്ധനെ പറ്റി പരാമർശമുണ്ട്. ഉം, അപ്പോ ബുദ്ധൻ എന്നുള്ള ശബ്ദം അവിടെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ബുദ്ധനെയാണ് എന്ന് പറഞ്ഞാൽ എന്തൊരു അബദ്ധാണിത്. ഇപ്പൊ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണത്തില് ക്രോധത്തെ വർജിക്ക വേണം ബുധജനം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു ഉം, കഴിഞ്ഞാൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ജനങ്ങൾ ക്രോധം പാടില്ല. ചൊവ്വയെന്ന് വന്നവർക്ക് ആവാന്നാണോ അർത്ഥം? ബുധനിന്ന് വന്നിട്ടുള്ളവർക്ക് തീരെ ക്രോധം പാടില്ല. ചൊവ്വയെന്ന് വന്നവർക്കോ വെള്ളിന്ന് വന്നവർക്കൊക്കെ ഉം, ആവാന്നല്ലല്ലോ അർത്ഥം. വാക്കെടുത്തിട്ടല്ല അർത്ഥം പറയേണ്ടത്. ഇതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? അപ്പൊ ഇത്തരത്തിലുള്ള നാസ്തിക ദർശനങ്ങൾ, എന്താണ് ചാർവാകമായിട്ടുള്ള കഥാഗതമായിട്ടുള്ള ദർശനങ്ങളെല്ലാം ഇതിനെ ഭയക്കണം. ഇവൻ എങ്ങനെയാണോ ചോരൻ നിങ്ങളിൽ നിന്ന് സാധനങ്ങൾ, നിങ്ങൾക്ക് വിലപ്പെട്ടതെല്ലാം അപഹരിക്കുന്നത്, അതേ മട്ടിൽ ഉം, നിങ്ങൾ വളരെ പവിത്രമായി വിലപ്പെട്ടതായി കണക്കാക്കുന്ന നിങ്ങളുടെ ധർമ്മത്തിന്റെ ശീലങ്ങൾ ഇവർ നിങ്ങളിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഭയക്കണം, ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തണം എന്നാണ് അവിടെ രാമൻ പറയുന്നത്. ഇത് വെച്ചിട്ട് ഉം, യഥാ ചോര തഥാ ബുദ്ധ എന്ന് പറഞ്ഞത് വെച്ചിട്ട് പറയാണ് രാമൻ അവിടെ ബുദ്ധനെ ഉം, ചോരൻ എന്ന് വിളിച്ചു. ഇതാണ് ഇയാളുടെ വിമർശനം. ഉം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ നിലവിലുള്ള ഹിസ്റ്റോറിയോഗ്രാഫി പ്രകാരം രാമായണത്തിന്റെ ഏറ്റവും ഓൾഡസ്റ്റ് ഡേറ്റിംഗ് നടന്നിട്ടുള്ളത് 7th സെഞ്ചുറി BCE ആണ്. അതായത് റിച്ചാർഡ് ഗോൾഡ്മാനെ പോലെയുള്ള എന്താണ് ഈ പറയുന്ന യൂറോസെൻട്രിക് ഹിസ്റ്റോറിയന്മാർ വരും, അല്ലാതെ ഇന്ത്യക്കാരനല്ലല്ലോ, അല്ലാതെ ഇന്ത്യക്ക് ഹിസ്റ്റോറിയൻ അല്ലല്ലോ. റിച്ചാർഡ് ഗോൾഡ്മാൻ വരെ പറയുന്ന ഏറ്റവും ചുരുങ്ങിയത് 7th സെഞ്ചുറി BC, അതായത് ക്രിസ്തുവിന് മുൻപുള്ള 7ാം നൂറ്റാണ്ടിലായിരിക്കാം രാമായണത്തിന്റെ ആദ്യ ഉം, ഭാഗങ്ങളെങ്കിലും ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം അതിന്റെ ഉം, ടെക്സ്റ്റിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, അതിൽ മഗധ വലിയൊരു കിങ്ഡം ആയിട്ട് പറയുന്നില്ല. ഉം, 6ാം നൂറ്റാണ്ടോടുകൂടി മഗധ വലിയ കിങ്ഡം ആയിട്ട് എമർജ് ചെയ്യുന്നുണ്ട്. അയോധ്യനേക്കാൾ വലിയ കിങ്ഡം ആയിട്ട് ഉം, ഉം, മഗധ എമർജ് ചെയ്യുന്നുണ്ട്. അയോധ്യയുടെ പേര് 7ാം നൂറ്റാണ്ടോടുകൂടി എന്താ പറയാ, ഈ അഞ്ചാം നൂറ്റാണ്ടോട് കൂടിയിട്ട് സാകേതം എന്നുള്ള പേരിലാണ് പിന്നീട് അയോധ്യ അറിയപ്പെടുന്നത്. പക്ഷെ ഉം, സാകേതം എന്നുള്ള പേര് രാമായണത്തിൽ ഉപയോഗിക്കുന്നില്ല. അവിടെ അയോധ്യ എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത്. ബുദ്ധമതത്തെ പറ്റിയിട്ടോ ബുദ്ധമതത്തിലെ പ്രാക്ടീസുകളെ പറ്റിയിട്ടോ ബുദ്ധരായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ പറ്റിയിട്ടോ പറയുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ ഡേറ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ 7th സെഞ്ചുറി BCE ആണുള്ളത്. ബുദ്ധൻ ജനിച്ചത് എപ്പോഴാ? ഉം, ബുദ്ധൻ ജനിച്ചത് 5th സെഞ്ചുറി BCE
ഈ ബി സി ആവുമ്പോ താഴേക്കാ കണക്ക് കൂട്ടണ്ട കേട്ടോ. 700 അതെ കഴിഞ്ഞിട്ടാണ് അതെ 600 വരിക, 600 കഴിഞ്ഞിട്ടാണ് അതെ 500 അതെ. വരിക. ഏഹ് ഉം. അപ്പോ ബുദ്ധൻ 2 നൂറ്റാണ്ടിന് ശേഷമാണ് ജനിക്കുന്നത്. അതായത് 580 ബി സി ടു 480 ബി സി ആണ് ബുദ്ധന്റെ കാലഘട്ടമായിട്ട് പറയുന്നത്. 5-ാം നൂറ്റാണ്ടിനും 4-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ജനിച്ചിട്ടുള്ള ബുദ്ധനെ പറ്റിയിട്ട് 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട രാമായണത്തിൽ പരാമർശിച്ചു എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായി തന്നെ അസംബന്ധം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഉം. ഇദ്ദേഹത്തിന്റെ വിമർശനം നിൽക്കുന്നത്. ഇതിനെ ആരും വാക്യാർത്ഥത്തിൽ എടുത്ത് വിമർശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ വാദങ്ങളെ ആരും ഖണ്ഡിച്ചിട്ടില്ല എന്നൊക്കെ ഇയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒന്നാമത് അതിന് മാത്രമുള്ള ഗൗരവം ആ വാദങ്ങൾക്ക് ഇല്ല. ഇതാരും കണ്ടിട്ടില്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ മാതൃഭൂമിയിലോ മനോരമയിലോ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം തൊട്ടിട്ട് കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ വരുമായിരുന്നു. ഇത് ഉം. ഇത് പ്രകോപിപ്പിക്കാൻ വേണ്ടി ഈ മൗദൂദികൾ ഇത് കൊണ്ടുപോയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അത് കണ്ടപ്പോ സാധാരണ ജനങ്ങൾ അവരുടെ നിലവാരത്തിനനുസരിച്ച് തിരിച്ചു പ്രതികരിച്ചു. അതേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് വലിയൊരു ഇതിന്റെ മുകളിൽ ഒരു സൈദ്ധാന്തിക സംവാദമൊന്നും നടന്നിട്ടില്ല. ഇതിന്റെ മുകളിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ശ്യാംകുമാർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ വിലയിരുത്തിയിട്ട് നമ്മൾ ഈ പറയുന്ന ലേഖനങ്ങൾ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ 100 അസംബന്ധങ്ങളായി കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതിൽ വേറൊരു കാര്യം കൂടെ പുള്ളി പറയുന്നുണ്ട്, അതുകൂടെ ചോദിച്ച് ഞാൻ നിർത്താം. ഇപ്പൊ തന്നെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും താങ്കൾ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും അതുകൂടെ പറഞ്ഞു നിർത്താം. പുള്ളി ഇതില് നാരദൻ സന്ദർശിക്കുമ്പോൾ രാമൻ പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാൺമാൻ അവകാശവും വന്നിതു. അതായത് ഒരു ബ്രാഹ്മണൻ അതിഥിയായി ഗൃഹത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിന് ഏറെ പുണ്യം നേടേണ്ടതുണ്ടെന്നാണ് എഴുത്തച്ഛന്റെ രാമായണം പ്രസ്താവിക്കുന്നത്, അല്ലെങ്കിൽ രാമൻ പ്രസ്താവിക്കുന്നത്. മനുഷ്യർക്കിടയിലെ സമത്വമല്ല, അസമത്വ ശ്രേണീകരണമാണ് ഇവിടെ തെളിയുന്നത്. കാരണഭൂതന്മാരായ ബ്രാഹ്മണരുടെ കാലിന്റെ പൊടി തന്റെ ഹൃദയം ശുദ്ധീകരിക്കട്ടെ എന്നുള്ള രാമായണ ആരംഭ ഭാഗത്തെ എഴുത്തച്ഛന്റെ പ്രാർത്ഥനയുടെ പൊരുൾ രാമായണം കിളിപ്പാട്ടിൽ ഉടൻ സ്ഫുരിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എഴുത്തച്ഛന്റെ രാമായണം കിളിപ്പാട്ടിലെ ചിന്തകളെ നിർണയിച്ചതിൽ നാടുവാഴി ബ്രാഹ്മണ്യ വ്യവസ്ഥയ്ക്കും ചാതുർവർണ്ണ്യ ധർമ്മസങ്കല്പങ്ങൾക്കും അതിന്റെ ആചാരാനുഷ്ഠാന വിധി നിയമങ്ങൾക്കും നിസ്സീമമായ പങ്കുണ്ടെന്ന് ദർശിക്കാം. ഒന്നാമത്തെ കാര്യം ഇതാ ഞാൻ പറഞ്ഞു, ഇവരുടെ കാപഠ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇത് നല്ലൊരു സന്ദർഭമാണ്. ഇതിന്റെ ഉം. തൊട്ടടുത്ത വാചകം വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിഞ്ഞു. അതായത് നാരദൻ രാമനെ ഉം. കാണാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ നാരദൻ വന്നത് എത്ര വലിയ സന്തോഷമായി എന്ന് രാമൻ പറയുന്നു. ഉടനെ നാരദൻ ബ്രാഹ്മണനായതുകൊണ്ട് ബ്രാഹ്മണൻ വന്നത് വലിയ സന്തോഷമായി എന്നല്ലേ പറഞ്ഞത്. നാരദൻ എന്ന് പറഞ്ഞ ഉം. ഉം. ബ്രഹ്മാവിന്റെ മാനസ സന്താനാണ്. നാരദൻ ഉം. അങ്ങനെ ഈ പറയുന്ന ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ എന്ന് പറയുന്ന മനുഷ്യർക്കുള്ള ഈ ചതുരാശ്രമങ്ങളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാതുർവർണ്ണയങ്ങളോ ഭാഗമായിട്ടുള്ള ഒരാളെ അല്ല. ഉം. ദേവർഷിയാണ് നാരദൻ. അതായത് ഓരോ ഉം. വിഭാഗത്തിനും ഓരോ ഋഷികളെ കൽപ്പിച്ചിട്ടുള്ള മനുഷ്യർക്കിടയിൽ മഹർഷികൾ ഉള്ളതുപോലെ, ഉം. രാജാക്കന്മാർക്കിടയിൽ രാജർഷി ഉള്ളതുപോലെ, എന്താ പറയാ ഉം. ഋഷിലോകത്ത് സപ്തർഷികൾ ഉള്ളതുപോലെ ദേവന്മാർക്കിടയിലെ ഋഷിയായിട്ട് സങ്കല്പിക്കപ്പെടുന്ന ദേവർഷിയാണ്. അതല്ലാണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിന്റെ പ്രതിനിധി അല്ല. ഈ എഴുത്തച്ഛന്റെ രാമായണത്തിൽ നാരദൻ രാമനെ പറ്റി പറയുന്നത് എന്താ? നാരദൻ രാമനെ പറ്റി പറയുന്ന അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. നാരദൻ യഥാർത്ഥത്തിൽ അവിടെ അടുത്ത സന്ദർഭത്തിൽ നാരദൻ പറയുന്നത് അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അങ്ങ് രാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ പറഞ്ഞിട്ടുള്ള നാരായണനാണ്. അങ്ങയെ നമിക്കാൻ വേണ്ടിയിട്ട്, അങ്ങയെ ഭജിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങയുടെ ഈ പാതാരബന്ധങ്ങളിൽ എത്താൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ്, എന്റെ പുണ്യം എന്നുകൊണ്ട് ഉം. എന്താ പറയാ നാരായണ സ്തുതിയാണ്. നാരദൻ ഈ എഴുത്തച്ഛന്റെ രാമായണത്തിലെ വാത്മീകി രാമായണത്തിൽ നിന്നുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എഴുത്തച്ഛന്റെ രാമായണത്തിലെ രാമൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്, അവതാര ഉം. വിഷ്ണുവാണ്. വാത്മീകിയുടെ രാമായണത്തിലെ പോലെ രാജാവായിട്ടുള്ള, ക്ഷത്രിയനായിട്ടുള്ള, മനുഷ്യനായിട്ടുള്ള രാമനല്ല. ഇവിടെ ഈശ്വരനായിട്ടുള്ള രാമൻ തന്നെയാ. ഇത് ഈശ്വരനാണെന്ന് എല്ലാ ഘട്ടങ്ങളിലും ഇത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഉം. എന്താ പറയാ പിറവി ഉണ്ടാവുന്ന സമയത്ത് തന്നെ വസിഷ്ഠനാദിയായിട്ടുള്ള ആൾക്കാർക്ക് ഇത് നാരായണനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ വിശ്വാമിത്രൻ വരുമ്പോ വിശ്വാമിത്രൻ ഇത് നാരായണനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ നാരദൻ വന്നിട്ട് നാരദൻ ഇത് നാരായണനാണെന്ന് കൊണ്ട് വന്ദിക്കുന്നുണ്ട്. യുദ്ധസമയത്ത് അഗസ്ത്യൻ വന്നിട്ട് ഇത് സാക്ഷാൽ നാരായണനാന്ന് കൊണ്ട് വന്ദിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇത് സാക്ഷാൽ നാരായണനാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ രാമന്റെ ഭക്തനായിട്ടുള്ള നാരദനാണ് അവിടെ വന്നിട്ടുള്ളത്. നാരദൻ യഥാർത്ഥത്തിൽ ആ കഥാസന്ദർഭത്തിൽ രാമനെ സ്തുതിക്കുക ചെയ്യുന്നത്. ടി.എസ്. ശ്യാംകുമാർ എടുത്ത ഭാഗം ഏതാ? അതിന്റെ ആദ്യത്തെ 2 വരി ആദ്യം വന്നപ്പോ ഉം. വരൂ കയറി ഇരിക്കൂ എന്ന് പറഞ്ഞത് മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ചു എന്താണ് അത് ബ്രാഹ്മണരോടുള്ള വിധേയത്വത്തിന്റെ സൂചകമായിട്ട് ഒരു ബ്രാഹ്മണ പ്രതിനിധി വീട്ടിൽ വരുന്നത് ഭാഗ്യമാണ് എന്ന് പറയലാണ്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം രാമനെ ഇത്രയും സ്തുതിക്കുമ്പോ അത് ക്ഷത്രിയരാണ് ബ്രാഹ്മണരെക്കാൾ ശ്രേഷ്ഠം എന്ന് നാരദൻ പറഞ്ഞതായിട്ടും എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ രാമൻ ഉം. ക്ഷത്രിയനും ഉം. നാരദൻ ബ്രാഹ്മണനും അല്ലേ? നിങ്ങളൊരു സാഹിത്യം വായിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു കൃതിനെ വായിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം അതിനെ തുറന്ന മനസ്സോടുകൂടി വായിക്കണം. നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു അജണ്ട വെച്ചിട്ടോ ഒരു താല്പര്യം വെച്ചിട്ടോ അല്ല നിങ്ങളത് വായിക്കേണ്ടത്. നിങ്ങൾ അത് ആദ്യം എന്താന്ന് മനസ്സിലാക്കുക. നിങ്ങളത് വായിച്ചതിന് ശേഷം
നിങ്ങൾ അതിനെ പ്രോസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടേതായിട്ടുള്ള തരത്തിൽ നിങ്ങൾക്ക് അതിനെ വ്യവഹരിക്കാം. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാം. എന്നിട്ട് നിങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിനെ പുകഴ്ത്തുകയോ വിമർശിക്കുകയോ ചെയ്യാം. പക്ഷെ അതിനെ ആദ്യം നിങ്ങൾ അതിനെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കണം. ഇവർ ചെയ്യുന്നത് എന്താ അറിയോ? ഇവരിത് വിമർശിക്കാനാണ് ഇത് വായിക്കുന്നത് തന്നെ. ഇവർ തുറന്ന മനസ്സോട് കൂടിയിട്ടല്ല, ഇവർ വളരെ കൃത്യമായിട്ട് അടച്ച മനസ്സോടുകൂടി ഒരു വളരെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതി പ്രകാരമാണ് രാമായണം വായിക്കുന്നത്. രാമായണം എടുക്കുമ്പോൾ ഇതിൽ എവിടെയൊക്കെ ബ്രാഹ്മണൻ, ഇവിടെ എവിടെയൊക്കെ ബുദ്ധൻ, ഇതിൽ എവിടെയൊക്കെ മറ്റേ അവർണൻ തുടങ്ങിയുള്ള ശബ്ദങ്ങൾ ഉണ്ടെന്ന് ആദ്യം മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഇത് മുഴുവൻ അണ്ടർലൈൻ ചെയ്ത് വെക്കും. എന്നിട്ട് ഇതിനെ എങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഏത് വാചകത്തെയും എങ്ങനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് തങ്ങളുടെ നരേറ്റീവ് പുഷ് ചെയ്യാം. അപ്പൊ ഇവർ ആദ്യം ഒരു നരേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് നരേറ്റീവ്? രാമായണം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്. അത് മറ്റു വിഭാഗങ്ങളെ മുഴുവൻ ഇകഴ്ത്തുന്നതാണ്. രാമൻ മോശമാണ്. അപ്പൊ ഇതിൽ നിന്ന് അതിന് പറ്റിയ സന്ദർഭങ്ങൾ എങ്ങനെ കിട്ടുന്നതാണ് ഇവർ നോക്കുന്നത്. ഇങ്ങനെ ദോഷൈക ദൃക്കുകളായിട്ടുള്ള ആളുകൾക്ക് ദോഷങ്ങളെ കാണുള്ളൂ. നിങ്ങൾ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനായി തോന്നുന്നു പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു സംഭവത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ കിട്ടുള്ളൂ. അപ്പൊ ഇവർ ഇങ്ങനെയുള്ള ഒരു അപ്രോച്ചിലൂടെയാണ് ഇവർ രാമായണത്തെ വായിക്കുന്നത്. ഓരോ സന്ദർഭങ്ങളിൽ ഒരു ബോധപൂർവ്വം ദുർവ്യാഖ്യാനം ചെയ്യും, വളച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ദൈക്ഷണികമായിട്ടുള്ള സത്യസന്ധത ഇല്ല. ഇവർക്ക് ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന, ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയുന്ന ഒരു ഗവേഷകന്, പണ്ഡിതന് ആദ്യം വേണ്ട ഗുണം ഇവർക്കില്ല. ഇവര് വളരെ പ്രെജുഡിസ്ഡ് ആണ്. ഇവര് വളരെ വൺ സൈഡഡ് ആണ്. ഇവര് വളരെ വളരെ ഹിപ്പോക്രറ്റിക് ആണ് ഇവർ ഈ കാര്യത്തിൽ എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവരുടെ വിമർശനങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്തത്. ഇതിപ്പോ അതിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ പോലും അത് എടുക്കാൻ പറ്റാത്തത് ഈ പറയുന്ന ആളും ശരിയല്ല, ഇത് പറഞ്ഞ സ്ഥലവും ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഇതിലത്തെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം. നിങ്ങൾ തുറന്ന സമീപനത്തോടു കൂടി സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോട് നിങ്ങൾ പഠിച്ചാൽ, നിങ്ങൾ അതിനെ വിമർശിച്ചാൽ, ആ വിമർശനങ്ങൾക്ക് മാന്യമായ സഭ്യമായ രീതിയിൽ തന്നെ വിശദീകരണങ്ങളും മറുപടികളും കിട്ടും. നിങ്ങളൊരു സമൂഹത്തെ ആക്ഷേപിക്കണം എന്ന് ഉദ്ദേശിച്ച് മനഃപൂർവ്വം കുത്തിത്തിരിപ്പിൽ അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതിന്റെ സ്വഭാവം അങ്ങനെയായിരിക്കും, സ്വാഭാവികമാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അവസാനമായിട്ട്. അതായത് അംബേദ്കറേറ്റ് ആണെന്ന് പറയുകയും, പക്ഷെ അംബേദ്കർ ഏറ്റവും അധികം എതിർത്ത മതത്തിന്റെ എന്താ പറയാ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു പത്രത്തിൽ ചെന്ന് എഴുതുകയും, എന്നിട്ട് അതിൽ വിമർശനം വരുമ്പോൾ ഞാനൊരു ദളിത് ആക്ടിവിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് പരിതപിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇരട്ടത്താപ്പ്, അത് തന്നെയാണ് ഇവിടെ ജനങ്ങളും ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമ്പോൾ, രാമനെ വിമർശിക്കുമ്പോൾ തനിക്ക് നേരെ വിമർശനങ്ങൾ ഉണ്ടാകും. അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സൈബർ ആക്രമണം എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ളൊരു നടപടിയാണ് എന്നുള്ളതാണ് ശങ്കുട്ടി ദാസ് ഇവിടെ പറഞ്ഞു വെച്ചത്. എന്തായാലും ചേട്ടാ, താങ്ക് യു, വളരെ നന്നായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.